അങ്ങനെ ഇപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സാമ്പാർ വെച്ചാലോ എന്ന് വിചാരിച്ചു. സാമ്പാറും നല്ല ക്രിസ്പി ദോശയും. അപ്പോൾ അതിനുവേണ്ടി സാമ്പാർ ഞാൻ ചെറിയ ഉള്ളി, സവാള ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, നിങ്ങൾക്കുള്ള കഷ്ണങ്ങളെല്ലാം വേണേൽ ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, എന്താ പറയുന്നത്, മുരിങ്ങയ്ക്ക 2 കഷ്ണം, തക്കാളി, അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് അതിലിളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ചേർക്കാറുള്ളൂ. ഒരുപാട് എരിവ് പാടില്ല. അതുകൊണ്ട് ഒരു അര സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കായം കട്ടയും മേടിക്കും, പൊടിയും ഉണ്ടാവും. അത് കട്ട ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴേ ചേർക്കും. ആ കട്ടയും ചേർക്കും. പിന്നെ ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് ഉലുവ പൊടിയും ആണ്. അപ്പോൾ അത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ, ഒരു വിസിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒന്നുകൂടെ നന്നായി വരും. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. അതിന് പിന്നെ ഒരുപാട് വെന്തിങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ് ഞങ്ങളുടെ വീട്ടിലെ. അപ്പോൾ അതും ചേർത്തു നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ, അത്രയും ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിക്കണം, ചെറിയ ഉള്ളി ചേർക്കണം. അതാണ് പിന്നത്തെ പരിപാടി. അങ്ങനെ കടുക് പൊട്ടുന്നു. അത് കഴിഞ്ഞ് 1-2 ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിടുക. അപ്പോഴത്തേനും പുളിവെള്ളം ചേർക്കും, ചെറുതായിട്ട് കുറച്ച്. അതിന് വേണ്ടുന്ന പുളി മാത്രമേ, ഒരുപാട് പുളിയാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി പുളി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് അലിപ്പിച്ചിട്ട് അത് ചേർക്കും. പിന്നെ ഇത് നന്നായിട്ട് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മല്ലിയിലയില്ലേ, ഡയറക്റ്റ് അതിലിടത്തില്ല. ഞാൻ ഈ കടുക് വറക്കുന്നതിൻ്റെ കൂടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിടാം. അല്ലാണ്ട് ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അത് ചെറിയതായിട്ട് വാടിക്കോളും. പിന്നെ ഞാൻ ഈ കായപ്പൊടിയും കൂടെ കുറച്ച് ചേർക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച താളിക്കാൻ വേണ്ടിയിട്ട് അത് ചേർക്കുക. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും സാമ്പാർ പരിപാടി കഴിഞ്ഞു. പിന്നെ നന്നായിട്ടൊരു ക്രിസ്പി ദോശ ഉണ്ടാക്കുക, നല്ല വട്ടത്തി ഒഴിച്ചിട്ട്. പിന്നെ അതിലോട്ട് 1 സ്പൂൺ നെയ്യ് മസ്റ്റാണ് കേട്ടോ ഈ ദോശയ്ക്ക്. നെയ്യ് റോസ്റ്റ് ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അങ്ങനത്തെ ദോശ എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ ആ ദോശ, നല്ലൊരു ദോശ. പിന്നെ എന്താ പറയുന്നത്, നെയ്യ് ഒഴിച്ചൊരു ദോശയോ 2 ദോശയോ പ്ലസ് നമ്മുടെ ഈ സാമ്പാർ. ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ദോശയിലൂടെ കഴിക്കാൻ വേണ്ടി ചമ്മന്തി പൊടിയില്ലേ, അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇഷ്ടമുള്ളവർക്കൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കും. എനിക്കിപ്പോൾ അങ്ങനെ സാമ്പാർ മാത്രം മതിയുള്ളതുകൊണ്ട് ഞാനതും സാമ്പാറുമായിട്ട് കഴിച്ചു. അങ്ങനെ ഇന്ന് മോർണിംഗ് പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ട്?